കുറച്ച് ദിവസമായിട്ട് പിള്ളേർ എൻ്റെ അടുത്ത് പറയാണ്, അമ്മ ഒന്ന് പൊങ്കാല ഉണ്ടാക്കി തരുമോയെന്ന്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് രാവിലെ പൊങ്കാലയാക്കാമെന്ന്. ഇവിടെ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി കവർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ കോളൊക്കെ പെട്ടെന്ന് കത്തിച്ച് വെള്ളം അങ്ങ് വെച്ച്. ഇവിടെ ഞാൻ പൊങ്കാലയ്ക്ക് എടുത്തത് നാടൻ അരിയാണ്. ചേട്ടായിയുടെ ഒരു ലൈബീരിയൻ ഫ്രണ്ട് ചേട്ടായിക്ക് ക്രിസ്മസിന് കൊണ്ട് കൊടുത്തതാണ്. അവരുടെ അവിടെ തന്നെ ഉണ്ടായ അരിയാണ്. പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ഞാൻ അരിയൊക്കെ കൊണ്ട് അതിലോട്ട് ഇട്ടു. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. അടുപ്പിൻ്റെ അടുത്ത് പോയി നിൽക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. പെട്ടെന്ന് തേങ്ങയൊക്കെ പൊട്ടിച്ച് അങ്ങ് തിരുവിയെടുത്തു. നേരത്തെ തന്നെ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിരുന്നു. അതാകുമ്പോൾ സമയമാകുമ്പോഴത്തേനും എടുത്തങ്ങ് ചേർത്താൽ മതിയല്ലോ. ഏലക്ക പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കുറച്ചധികം ഏലക്ക കൊണ്ടുവന്നായിരുന്നു വന്നപ്പോൾ. നമ്മളതിലിരിക്കുന്ന ഇടികല്ല് പ്ലാസ്റ്റിക്കിൻ്റെ ഇടികല്ലാണ്. പെട്ടെന്ന് ഏലക്ക എല്ലാം അങ്ങ് പൊടിച്ച് ഒരു ബൗളിലോട്ട് മാറ്റി. അപ്പോൾ അതേ കറണ്ട് അങ്ങ് പോയി. ഇവിടുത്തെ കറണ്ടിൻ്റെ അവസ്ഥ ഇതാണ്. നിൽക്കുന്ന നിപ്പി കറണ്ട് അങ്ങ് പോവും. പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് പോലും അറിയത്തില്ല. ചില ദിവസമൊക്കെ രാവിലെ പോയാൽ വൈകുന്നേരമാണ് കറണ്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ജനറേറ്റർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ പോയി ജനറേറ്റർ ഓണാക്കി. അപ്പോഴേക്കും അരി നന്നായിട്ട് വെന്ത് വന്നു. ശർക്കരയൊക്കെ ചേർത്ത് നന്നായിട്ട് അതിനെ ഇളക്കി. പിന്നെ 2-3 പഴം അങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ച്. സാധാരണ ഞാൻ ചേർക്കുന്നത് പാളയംകോടൻ പഴമോ ചെറിയ പഴമൊക്കെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ റോബസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 2 റോബസ്റ്റേ അങ്ങ് ചേർത്ത്. പഴം റോബസ്റ്റയാണ് ഇവിടെ ഇരുന്നത്. പിന്നെ അതിൽ കുറച്ച് നെയ്യ് ചേർത്ത്. നെയ്യ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 2 ബോട്ടിൽ നെയ്യ് കൊണ്ടുവന്നായിരുന്നു. ഒരെണ്ണം തീർന്നു. ഇത് നാട്ടിൽ നമ്മളെ പാൽ സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്നതാണ്. അത് ആ പാൽ സൊസൈറ്റി തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ്. നമ്മൾ കൂടുതലും അവിടെ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ 2 വയനയിലേക്ക് അതിനകത്തോട്ട് കീറിയിട്ടു. അപ്പോൾ നല്ല മണം കിട്ടുമല്ലോ. ഒന്ന് ജസ്റ്റ് ഇളക്കി എടുത്തപ്പോഴേക്കും പൊങ്കാല സെറ്റായി. പിന്നെ അത് പതുക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അടുക്കളയിൽ വെച്ച് അത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടാണ്. ഇപ്പൊ അടുപ്പിൽ നിന്ന് അങ്ങോട്ട് എടുത്തല്ലേ ഉള്ളൂ. അതിന്റെ ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. എന്നാലും കുറച്ച് കഴിച്ചു നോക്കാം. കൊള്ളാവേ. നല്ല മധുരമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണ്ട കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ പിള്ളേരും ചേട്ടായിയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും അവരെടുത്ത് ചോദിക്കുക എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ ബൈ.